ഹലോ, ഇന്ന് നമുക്ക് പഴനിമലയുടെ അടുത്ത് പോയി നമ്മൾ അടുത്ത് പോയിട്ട് നമുക്ക് സൂര്യനും മേഘവും തമ്മിൽ എങ്ങനെ പ്രണയത്തിലാവുമെന്ന് നോക്കിയാലോ. കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ഇത് നോക്കിയേ. സൂര്യൻ മേഘത്തിൻ്റെ ഉള്ളിലോട്ടിങ്ങനെ പോകുന്നത് കാണുന്നില്ലേ? ഞങ്ങൾക്കൊരു അതിശയമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നേ, സൂര്യൻ ഇങ്ങനെ മേഘത്തിൻ്റെ ഉള്ളിലോട്ട് പോകുന്നത്. പക്ഷെ ഇതിന് മുമ്പ് വലിയൊരു സൂര്യൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഏകദേശം എടുത്തു. പോകുന്നത് എന്തും മനോഹരമായിട്ടായിരുന്നല്ലേ. ഞങ്ങളത് മൊത്തം ഫസ്റ്റ് മുതലേ അവസാനം വരെ അത് ഷൂട്ട് ചെയ്തു കേട്ടോ. മേഘത്തിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന സൂര്യൻ എന്ത് രസമല്ലേ. ഇതിനെ കുഞ്ഞിതായിട്ട് ഇങ്ങനെ വരുന്നു. ഞങ്ങൾ വിചാരിച്ച് സൂര്യൻ അസ്തമിക്കാൻ പോവാന്ന്, പക്ഷെ കൊച്ചു കള്ളൻ്റെ വരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ആദ്യത്തെ പോലെ തന്നെ വീണ്ടും സൂര്യനായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വിചാരിച്ച് അസ്തമിച്ച് പോവാമെന്ന് വിചാരിച്ചിട്ടാണ്, അസ്തമയം എടുക്കാൻ വെച്ചിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആൾ പതുക്കെ പോയി ഇത് അപ്പുറത്ത് കൂടെ വരും. നോക്കിയോട്ടോ നിങ്ങൾ കണ്ടു നോക്കണേ. അത് നല്ല മേഘത്തിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ പോയി കുഞ്ഞിതായിട്ട് വരുന്നത് കണ്ടോട്ടോ. വളരെ കുഞ്ഞിതായിപ്പോയി നല്ല കുഞ്ഞിതായിട്ട് നല്ല ഫുള്ളായിട്ട് ഞങ്ങൾ നിപ്പിൽ തന്നെ പഴനിമല പോയിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്ത്. നിപ്പിൽ തന്നെ ഷൂട്ട് ചെയ്ത് എല്ലാം പോയി. ഞങ്ങൾ ശരിക്കും സൂര്യാസ്തമയമാണ് എന്ന് വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിചാരിച്ച് ഷൂട്ട് ചെയ്തതാട്ടോ. പക്ഷേ നോക്കിക്കോ, ആളിതപ്പോൾ ആ മേഘം ഇങ്ങോട്ട് പോയി ആൾ പുറത്തേക്ക് വരും. സാധാരണത്തെ സൂര്യനെ പോലെ ആൾ പുറത്തേക്ക് വരും. നോക്കിക്കോ, ഇപ്പോൾ ഫുള്ളായിട്ട് ഉള്ളിൽ പോയില്ലേ. ഇനി ഇരുട്ടാവുന്ന ടൈമൊക്കെ ആയി, ഒരു 6:30 ആ ടൈമൊക്കെ ആയി. അപ്പോൾ എന്തായാലും സൂര്യാസ്തമിക്കാൻ പോവാണല്ലോ, അങ്ങനെയല്ലേ വിചാരിക്കാം. പക്ഷേ നല്ല എനർജറ്റിക്കോടുകൂടി നമ്മുടെ ആശാൻ ഇതാ കളത്തിലിറങ്ങാൻ പോകുന്നു ഗൈസ്. നോക്കിക്കോ, കണ്ടോ, വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും വരികയാണ് ഗൈസ്. നമ്മളുടെ അടുത്തേക്ക് ആ ആകാശഗോളം വന്നുകൊണ്ടിരിക്കുന്നു. എന്താ അതിമനോഹരമായ കാഴ്ച അല്ലേ? അടിപൊളിയായിട്ടില്ലേ? സൂപ്പർ അല്ലേ?